മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യം കർശന ഉപാധികളോടെ അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് ജാമ്യ ഉത്തരവ്. തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്നുമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, ഇതിലിപ്പോൾ കോടതി കർശനമായ ഉപാധികൾ വച്ചിട്ടുണ്ട് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി. അതെന്തൊക്കെയാണ്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വാദമുഖങ്ങൾ അതെങ്ങനെയായിരുന്നു? അനുജ, കർശന ഉപാധികളോടുകൂടിയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഇതിന്റെ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ആദ്യ കേസായി പരിഗണിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം അനുവദിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ജഡ്ജി പറയുകയും ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോടതി വെച്ചിരിക്കുന്ന ഉപാധികൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചയും 10 മണിക്കും 12 മണിക്കും ഇടയിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തി ഹാജരാകണം. അതായത് അന്വേഷണം പൂർത്തിയാകുന്ന ഒരു 3 മാസ സമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ചകളിൽ 10 മണിക്കും 12 മണിക്കും ഇടയിൽ അന്വേഷണത്തിന് മുമ്പാകെ ഹാജരാകണം. അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെട്ടാലും അവർക്ക് മുമ്പാകെ എത്തുകയും ചെയ്യണം. 50,000 രൂപയുടെയും 2 ആൾജാമ്യത്തിന്റെയും പേരിലാണ് രാഹുലിന് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. അതിന് പുറമെ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ ഉള്ള യാതൊരു വിധത്തിലുമുള്ള ഇടപെടൽ നടത്താൻ പാടില്ല. അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെയോ അതല്ലാതെയോ ഏതെങ്കിലും രീതിയിൽ കാണാനോ അവരുമായിട്ട് ആശയവിനിമയം നടത്താനോ പാടില്ല. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജാമ്യ വ്യവസ്ഥയിൽ നൽകിയിട്ടുള്ള ഉപാധികൾ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് കോടതിയുടെ ചില സംശയങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ കോടതി ചില കാര്യങ്ങളിനകത്ത് ഒരു വ്യക്തത തേടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മൂന്നാമത്തെ ബലാത്സംഗ പരാതി ഉയർന്നു വരുന്നൊരു ഘട്ടം, അതായത് അതിജീവിതം നൽകിയ പരാതിയിൽ ചില വസ്തുതകൾ കോടതി ആരാഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ സംഭവം നടന്ന് 1 വർഷത്തിനും 9 മാസത്തിനും ശേഷമാണ് അതിജീവിത പരാതി നൽകിയത്. എന്തുകൊണ്ട് അത്രയും വൈകി എന്നുള്ള ഒരു ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അതിജീവിത വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയാണ്. അവർക്ക് ആ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല. അവരോ അവരുടെ ഒപ്പമുണ്ടായിരുന്ന പങ്കാളിയോ ആ വിവാഹബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ മറ്റൊരു വിവാഹം കഴിക്കും? അതല്ലാതെ ആ കാര്യത്തിനകത്ത് രാഹുൽ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയും എന്നുള്ള ചില സംശയങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിഭാഗത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെട്ടിരുന്നു. അതുകൂടി കോടതി പരാമർശിച്ചിട്ടുണ്ട്. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകളിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ശേഖരിക്കാൻ കഴിയാവുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ വിടേണ്ട കാര്യങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കർശന ഉപാധികളുണ്ട്. അതിനപ്പുറത്തേക്ക് അതിജീവിതയുടെ പരാതിയിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ കോടതി ചില ഒരു വ്യക്തത കൂടി തേടുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് മൂന്നാം ബലാത്സംഗ കേസിൽ ഇന്നിപ്പോൾ കോടതിയിൽ സംഭവിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.